അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എവർക്കും അൽകുനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇൽമുൻ നഹ്വാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൽമുൻ നഹ്വിലെ ഫുറൂഇയായ ഇഅ്റാബുകൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുളാരിയായ ഫീലിൻ്റെ ഇഅ്റാബ്. ഇഅ്റാബുൽ ഫീലിൽ മുളാരി. അൽ ഫീലുൽ മുളാരിഉ യുർഫഉ വയുൻസബു വയുജ്സമു. മുളാരിയായ ഫീല് റഫ്ഉ ചെയ്യപ്പെടും, നസ്ബ് ചെയ്യപ്പെടും, ജസ്മ് ചെയ്യപ്പെടും. അവലൻ റഫ്ഉൽ മുളാരി, ആദ്യമായി മുളാരിയായ ഫീൽ റഫ് ചെയ്യുന്നത് യുർഫഉൽ മുളാരിഉ ഇദാ തജറദ മിനൻ നാസിബി വൽ ജാസിമി. മുളാരിയായ ഫീല് നാസിബിൽ നിന്നും ജാസിമിൽ നിന്നും തനിച്ചാൽ റഫ് ചെയ്യപ്പെടും. അലാമത്ത് റഫ്ഇഹി, ആ മുളാരിയായ ഫീലിൻ്റെ റഫ്ഇൻ്റെ അടയാളം ലഹു അലാമത്താനി, രണ്ട് അടയാളങ്ങളാണുള്ളത്. ഒന്നാമതായി ലമ്മത്തു, ലമ്മത്ത്. രണ്ട് സുബൂത്തുന്നും, നൂന് സ്ഥിരപ്പെടുത്തുക. അതായത് ലമ്മത്തിൻ്റെ ലമ്മത്തു ഇദാലം യക്കുനിൽ ഫീലു മിനൽ അഫ്ആലിൽ ഖംസ. മുളാരിയായ ഫീല് അഫ്ആലുൽ ഖംസയിൽ പെട്ടതല്ലെങ്കിൽ അവിടെ ലമ്മത്ത് കൊണ്ടായിരിക്കും അതിന് റഫ്. അതിനുള്ള ഉദാഹരണമാണ് അള്ളാഹുവിൻ്റെ ഖൗല് അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിക്കു ദിമാഅ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. ഇതിൽ മുളാരിയായ ഫീലായി വന്ന തജഅലു, യുഫ്സിദു, യസ്ഫിക്കു, നുസബ്ബിഹു തുടങ്ങിയ ഫീലുകളെല്ലാം അത് നാസിബിനെ തൊട്ടും ജാസിമിനെ തൊട്ടും തനിച്ചതാണ്. അതിന് മുമ്പിൽ നസ്ബിൻ്റെയോ ജസ്മിൻ്റെയോ അക്ഷരങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടത് റഫ് ആണ്. അവിടെ റഫ് ലമ്മത്ത് കൊണ്ടാണ് റഫ്. രണ്ടാമതായി സുബൂത്തുന്നു, നൂനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ് റഫ്. അത് ഇദാ കാനൽ ഫീലു മിനൽ അഫ്ആലിൽ ഖംസ. മുളാരിയായ ഫീല് അഫ്ആലുൽ ഖംസയിൽ പെട്ടതാണെങ്കിലാണ് റഫ് നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ട്. അതിനുള്ള ഉദാഹരണം വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, അള്ളാഹുവിൻ്റെ ഖൗല് വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. അതുപോലെ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് അതഅജബീന മിൻ അംരില്ലാഹ്. ഈ മൂന്ന് ആയത്തുകളിലും വന്ന ഫീല് യസ്ജുദാൻ എന്ന ഫീല്, യുഅ്മിനൂന എന്ന ഫീല്, അതുപോലെ തഅജബീന എന്ന ഫീല്, ഈ മൂന്ന് ഫീലും റഫ് ആണ്. അവിടെ എല്ലാം റഫ് നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ്. ഇനി സാനിയൻ നസ്ബുൽ മുളാരി, മുളാരിയായ ഫീലിൻ്റെ നസ്ബിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. യുൻസബുൽ മുളാരിഹു ഇദാ സബഖഹു നാസിബുൻ. മുളാരിയായ ഫീലിന് മുന്നിൽ നസ്ബ് ചെയ്യുന്നത് വല്ലതും മുൻകടന്നാൽ മുളാരിയായ ഫീൽ നസ്ബ് ചെയ്യപ്പെടും. ഉദാഹരണം അൻ, ലൻ തുടങ്ങിയ അക്ഷരങ്ങൾ. അലാമത്തു നസ്ബിഹി, നസ്ബിൻ്റെ അടയാളം ലഹു അലാമത്താണ്, രണ്ട് അടയാളങ്ങളുണ്ട്. ഒന്ന് നസ്ബ് ചെയ്യുന്നത് ഫതഹത്ത് കൊണ്ടാണ്, മറ്റൊന്ന് നൂനിനെ കളയൽ കൊണ്ടാണ്. അൽ ഫതഹത്തു, ഫതഹത്ത് ഇദാ ലം യക്കുനിൽ ഫീലു മിനൽ അഫ്ആലിൽ ഖംസ. ആ മുളാരിയായ ഫീല് അഫ്ആലുൽ ഖംസയിൽ പെട്ടതല്ലെങ്കിൽ ഫതഹത്ത് കൊണ്ടായിരിക്കും അതിനുള്ള നസ്ബ്. അതിനുള്ള ഉദാഹരണമാണ് അലൻ യക്ഫിയക്കും അൻ യുമിദ്ദക്കും റബ്ബുക്കും എന്നുള്ളത്. ലൻ എന്നുള്ള നാസിബ് ഇവിടെ വന്നു, യക്ഫിയ മുളാരിയായ ഫീല് നസ്ബ് അവിടെ ഫതഹത്ത് കൊണ്ടാണ്. അതുപോലെ അൻ യുമിദ്ദക്കും എന്ന സ്ഥലത്തും ഹദ്ഫു നൂനി, നൂനിനെ കളയൽ കൊണ്ടാണ്. രണ്ടാമതായി ഇദാ കാനൽ ഫീലു മിനൽ അഫ്ആലിൽ ഖംസ, ഫീല് അഫ്ആലുൽ ഖംസയിൽ പെട്ടതാണെങ്കിൽ നൂനിനെ കളയൽ കൊണ്ടാണ് നസ്ബ്. അതിനുള്ള ഉദാഹരണമാണ് അള്ളാഹുവിൻ്റെ ഖൗല് ഫഅറാദ റബ്ബുക അൻ യബ്ലുഗ അശുദ്ധഹുമാ. അൻ യബ്ലുഗ എന്നുള്ള സ്ഥലത്ത് അവിടെ യബ്ലുഗാനി, അവിടെ നൂനിനെ കളഞ്ഞിട്ടുണ്ട്. ആ നൂനിനെ കളയൽ കൊണ്ടാണ് അവിടെ നസ്ബ്. അതുപോലെ വലൻ തസ്തതിഉ അൻ തഅദിലു ബൈനൻ നിസ്സാഇ വലൗ ഹറസ്തും. അൻ എന്നുള്ള നസ്ബിൻ്റെ അക്ഷരം അവിടെ വന്നു, തഅദിലൂന എന്നുള്ള നൂൻ അവിടെ കളഞ്ഞു. ആ കളയൽ കൊണ്ടാണ് അവിടെ നസ്ബ്. അതുപോലെ അതുരീദീന അൻ തർജിഇ ഇലാ റിഫഅ. തർജിഈന എന്ന് ശരിക്കുണ്ടായിരുന്നു, തർജിഇ നൂനെ കളയൽ കൊണ്ടാണ് അവിടെ നസ്ബ്. ഇനി മൂന്നാമതായി സാലിസൻ ജസ്മുൽ മുളാരി, മുളാരിയായ ഫീൽ ജസ്മ ചെയ്യുന്നത്. യുജ്സമുൽ മുളാരിഉ, മുളാരിയായ ഫീലിന് ജസ്മ ചെയ്യപ്പെടും ഇദാ സബഖഹു ജാസിമുൻ, അതിന് ജസ്മ ചെയ്യുന്ന വല്ലതും മുൻകടന്നാൽ. ഉദാഹരണം ലം, ലന്നാഹി, യനഹിൻ്റെ ല പോലെ. അതിന് ജെറിൻ്റെ അടയാളങ്ങൾ ലഹു സലാസു അലാമാത്തിന്, മൂന്ന് അടയാളങ്ങളുണ്ട്. ഒന്ന് സുക്കൂന് കൊണ്ട് ജസ്മുണ്ട്. വഹദ്ഫു ഹർഫിൽ ഇല്ലത്ത്, ഇല്ലത്തിൻ്റെ ഹർഫിനെ കളയൽ കൊണ്ടുണ്ട്. വഹദ്ഫു നൂനി, നൂനിനെ കളയൽ കൊണ്ടുമുണ്ട്. ഒന്നാമതായി സുക്കൂൻ ഉണ്ടാകുന്നത് ഇദാ കാനൽ ഫീലു സ്വഹീഹൽ, ഇദാ കാനൽ ഫീലു സ്വഹീഹൽ ആഖിരി, അവസാനം മുളാരിയായ ഫീലിൻ്റെ അവസാനം സ്വഹിയായ ഫീലാണെന്നുണ്ടെങ്കിൽ വലം യത്തസുൽ ബി ആഖിരി ഷൈഉൻ, അതിൻ്റെ അവസാനത്തിനോട് ഒന്നും ചേർന്നിട്ടില്ല, അതായത് തൗക്കീദിൻ്റെ നൂനുകളൊന്നും ചേർന്നിട്ടില്ല എങ്കിൽ അവിടെ നഹ്വ ഖൗലി തആല, അല്ലാഹുവിൻ്റെ ഖൗല് പോലെ ലം യലിദ് വലം യൂലദ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുക്കൂന് കൊണ്ടാണ് അവിടെ ജസ്മ്. രണ്ടാമതായി ഹദ്ഫു ഹർഫിൽ ഇല്ലത്തി, ഇല്ലത്തിൻ്റെ ഹർഫിനെ കളയൽ കൊണ്ട്. ഇദാ കാനൽ ഫീലു മുഅ്തല്ലൽ ആഖിരി, മുളാരിയായ ഫീല് ആഖിർ മുഅ്തല്ലായ ഫീലാണെങ്കിൽ വലം യത്തസുൽ ബി ആഖിരി ഷൈഉൻ, അതിൻ്റെ അവസാനത്തിൽ ഒന്നും ചേർന്നിട്ടില്ല എങ്കിൽ അവിടെ ഇല്ലത്തിൻ്റെ ഹർഫിനെ കളയൽ കൊണ്ടാണ് ജസ്മ്. അതിനുള്ള ഉദാഹരണമാണ് വലം യഖ്ഷ ഇല്ലല്ലാഹ്.
അതുപോലെ ഫലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, ഫലം തുഗ്നി അൻകും ഷൈഅ. ഇവിടെ ലം എന്നുള്ള ലം യഖ്ഷ, ഒന്നാമത്തെ ആയത്തിൽ ലം യഖ്ഷ ജസ്മിൻ്റെ അക്ഷരമായ ലമ്മ് മുൻകടന്നു. രണ്ടാമത്തിൽ ലാ തദ്ഉ നഹിയിൻ്റെ ലാ എന്ന് മുൻകടന്നു. അതുപോലെ ലം തുഗ്നി എന്നുള്ളിടത്ത് ജസ്മിൻ്റെ ലം എന്നുള്ളത് മുൻകടന്നു. അപ്പോൾ ഈ ഫീലുകളിലെല്ലാം ഇവിടെയുള്ള ജസ്മ് ഇല്ലത്തിൻ്റെ അർഫിനെ കളയൽ കൊണ്ടാണ്. ഇനി മൂന്നാമതായി ഹദ്ഫുൻ നൂനി, നൂനിനെ കളയൽ കൊണ്ടും ജസ്മ്. ഇദാ കാനൽ ഫീലു മിനൽ അഫ്ആലിൽ ഖംസത്തി, മുളാരിയായ ഫീല് അഫ്ആലുൽ ഖംസയിൽപ്പെട്ടതാണെങ്കിൽ അതിനുള്ള ഉദാഹരണമാണ് ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ഷൈഅ, അവിടെ നൂനെ കളഞ്ഞു. അതുപോലെ ഉലായിക ലം യുഅ്മിനൂ, അവിടെയും നൂനെ കളഞ്ഞു. വലാ തഖാഫി വലാ തഹ്സനി, അവിടെയും നൂനെ കളഞ്ഞു. അപ്പോൾ നൂനെ കളയൽ കൊണ്ട് ഇവിടെ ജസ്മ്. അപ്പോൾ ജസ്മ് 3 രൂപത്തിൽ വരുന്നുണ്ട്: സുക്കൂന് കൊണ്ട്, അതുപോലെ ഇല്ലത്തിൻ്റെ അർഫിനെ കളയൽ കൊണ്ട്, നൂനിനെ കളയൽ കൊണ്ട്. അതേ സമയത്ത് നസ്ബ് ഫതഹത്ത് കൊണ്ടും നൂനിനെ കളയൽ കൊണ്ടും, റഫും അതുപോലെ ലമ്മത്ത് കൊണ്ടും നൂനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടുമാണ് മുളാരിയായ ഫീലിൻ്റെ ഇറാബ്. അതിൻ്റെ ചെറിയൊരു ചാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. മുളാരിയായ ഫീൽ റഫ് ചെയ്യപ്പെടും, ആ റഫിൻ്റെ അടയാളം ലമ്മത്ത്, നൂനെ സ്ഥിരപ്പെടുത്തുക. അതുപോലെ രണ്ടാമതായി നസ്ബ് ചെയ്യുന്നതിൻ്റെ അടയാളം ഫതഹത്ത്, നൂനെ കളയൽ കൊണ്ട്. അതുപോലെ ജസ്മിൻ്റെ അടയാളമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്.